ഒരുപാട് നാളായാലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സിലാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം തിരുവനന്തപുരം ജില്ലയിലാണ്. എനിക്കൊപ്പോൾ ദേവികയാണ്. ദേവിക കണ്ണൂർ ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് പരീക്ഷ 5ാം റാങ്ക് നേടിയ കുട്ടിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് റിസൾട്ട് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ആദ്യം പറയുകയാണ്, സാർ ഞാൻ കണ്ണൂർ ജില്ലയിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ 5ാം റാങ്ക് കിട്ടിയ കുട്ടിയാണ്, ദേവിക എന്നാണ് പേര്. ഇത് ഫസ്റ്റ് റിസൾട്ട് പറഞ്ഞ ദേവികയാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഇത്തവണ പരീക്ഷയിൽ ആദ്യത്തെ അഡ്വൈസ് പോയതും 5ാം റാങ്ക് നേടിയ നമ്മുടെ ദേവികയ്ക്കാണ്. അപ്പൊ അത് ഇരട്ടി സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ദേവിക ഒന്ന് പരിചയപ്പെടാം. ദേവിക എവിടായിരുന്നു? ദേവിക ഡിഗ്രിയും PG ഒക്കെ പഠിച്ചവരായിരുന്നു? എന്റെ പേര് ദേവിക. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്താണ് വീട്. ഞാൻ ഡിഗ്രി ചെയ്തത് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോടാണ്. പിന്നെ PG പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്, എക്കണോമിക്സിലാണ് അതെ ചെയ്തത്. അപ്പൊ ഏത് വർഷമായിരുന്നു ചെയ്തത് ഡിഗ്രി PG ഒക്കെ? 2024 പാസ് ഔട്ട് ആയത്. PG പാസ് ഔട്ട്. അപ്പൊ 24 പാസ് ഔട്ട് ആയി, 25 നമ്മുടെ എക്സാം എഴുതി, 26 നമ്മുടെ ജോലി കിട്ടി. ഓക്കെ. ഒരുപാട് സന്തോഷമുള്ള കാര്യം. ഇനി എങ്ങനെയാണ് നമ്മുടെ മാസ്റ്റർ കി അക്കാഡമി സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ടത്? നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തെ പറ്റി അറിഞ്ഞത്? എങ്ങനെയാണ് ഇതിന്റെ വിജ്ഞാപനം വന്ന സമയം ഞാൻ SSCന്റെ കോച്ചിങ്ങിലായിരുന്നു, അത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കണ്ടപ്പോ എനിക്ക് സബ്ജക്ട് സ്ട്രോങ് ആണ്, അതുകൊണ്ട് എക്കണോമിക്സിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോ വെറുതെ സിലബസ് എടുത്തു നോക്കി. സിലബസ് നോക്കിയപ്പോ സ്റ്റാറ്റ് ആണേലും പഠിച്ചിട്ടുണ്ട്, പിന്നെ മാത്സും കൊമേഴ്സ് പഠിച്ചെടുക്കാന്നുള്ള തോന്നലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ GK യും പഠിക്കാന്നുള്ള ഇതില് എക്സാം എഴുതാന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോ ജസ്റ്റ് ഈ പോസ്റ്റ് എന്താണെന്ന് അറിയേണ്ടിയിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോ ആദ്യം വന്നത് മാസ്റ്റർ കി ആണ്. അങ്ങനെയാണ് കോച്ചിങ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന മിക്കവാറും ആൾക്കാരെല്ലാം പറഞ്ഞ കാര്യം ഇതാണ്. നമ്മുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയത് കണ്ണൂരുള്ള ദേവികയെ കൊല്ലത്തുള്ള മാസ്റ്റർ കി അക്കാഡമി പരിചയപ്പെടുത്തി യൂട്യൂബ് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഡിഫറെന്റ് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. എക്കണോമിക്സ് പഠിക്കണം, മാത്സ് പഠിക്കണം, സ്റ്റാറ്റ് പഠിക്കണം, കൊമേഴ്സ് പഠിക്കണം. പഠന രീതികൾ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമൊക്കെ SSC തന്നെയായിരുന്നു നോക്കിയത്. ഒരു മാർച്ച് വരെ സാറ് മാസ്റ്റർ കീയിൽ ഇടുന്ന ക്ലാസ് കാണും, അതവിടെ വെക്കും. പിന്നെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ഞങ്ങൾ വിചാരിച്ചത് ആന്റിസിപ്പേറ്റഡ് ഡേറ്റ് ഉണ്ടായത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. അപ്പോൾ PSCനെ കുറിച്ച് ഇങ്ങനെ കലണ്ടർ നോക്കിയൊന്നും പഠിക്കാറില്ല, ജസ്റ്റ് പോവും, എക്സാം എഴുതും. SSC തന്നെയായിരുന്നു അന്നേരം ഫോക്കസ് ചെയ്തത്. അപ്പോൾ വിചാരിച്ചു ഒരു ഓഗസ്റ്റിൽ അങ്ങനെ എക്സാം ഉണ്ടാവും, പഠിക്കാൻ ടൈം ഉണ്ട്, ഇപ്പം ക്ലാസ് കാണുമോ അത് അവിടെ വെക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഏപ്രിൽ ലാസ്റ്റോടെ ഇതിന്റെ ഡേറ്റ് വന്നു. അപ്പോൾ പിന്നെ ഭയങ്കര പേടിയാവാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഇരുന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി? അങ്ങനെ കൃത്യ മണിക്കൂറൊന്നുമില്ല, എന്നാലും അവസാനത്തെ ഒരു മാസം ഒരു 10 മണിക്കൂറോ 8 മണിക്കൂറോളം ഇരുന്ന്. അല്ലാതെ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോ ക്ലാസ് കണ്ടിട്ട് സെൽഫ് നോട്ട് തയ്യാറാക്കുവാണോ? എക്കണോമിക്സ് ഞാൻ ക്ലാസ് അങ്ങനെ ബാക്കിയൊന്നും നോക്കിണ്ടായില്ല. കൊമേഴ്സ് ഒന്നും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. കൊമേഴ്സ് ഞാൻ മാസ്റ്റർ കീന്റെ ക്ലാസ് മാത്രമാണ് കണ്ടത്. അതേപോലെ മാത്സിലായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് 2 മൊഡ്യൂളോളം ശരത് സാറിന്റെ ക്ലാസ് കണ്ടു. അങ്ങനെ അത് പഠിച്ചു. ആ മാർക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു. അതിലെ ഞാൻ പഠിച്ച ഭാഗത്തുനിന്ന് വന്നത് ഞാൻ ചെയ്തു. പിന്നെ സ്റ്റാറ്റ് ആണേലും സ്റ്റാറ്റിന്റെ ക്ലാസ് എന്റെ പഴയ നോട്ട്സും വെച്ചു, മാസ്റ്റർ കീയുടെ നോക്കി, യൂട്യൂബിലെ വേറെ വീഡിയോസും കണ്ടു. പിന്നെ GK ഞാൻ മൊത്തം മാസ്റ്റർ കീയിലെ തന്നെ നോട്ട്സ്, വീഡിയോ ഞാൻ കാണുന്നത് കുറവാണ്, ഞാൻ നോട്ട്സ് തന്നെ വായിച്ച് പഠിക്കുക ചെയ്യാറ്. അപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ കുറെ അധ്യാപകരാണ് പഠിപ്പിച്ചത്. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ആരാണ് ഇഷ്ടപ്പെട്ടത്? ശരത് സാറിന്റെ മാത്സ് ആണല്ലേ. എനിക്കൊന്ന് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികൾ ഒരുപാട് പറഞ്ഞ കാര്യമാണ്. ശരത് സാറിന്റെ മാത്സ് എനിക്ക് സ്ട്രോങ് ആയിരുന്നു, കോൺഫിഡൻസ് തന്നിരുന്നു. ഓക്കെ. അപ്പൊ പിന്നീടുള്ള കാര്യം കൺഫർമേഷൻ വന്നപ്പോ എന്തായിരുന്നു? നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമായി അല്ലേ?
കൺഫർമേഷൻ വന്ന സമയമാണ് ഇനി അത്ര സമയമേ ഉള്ളൂ. ഈ ഒരു പോസ്റ്റ് പഠിച്ചാൽ കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഇനി SSC പൂർണ്ണമായിട്ട് അവിടെ മാറ്റിവെച്ചു. പിന്നെ PSC ഒരു 3 മാസത്തോളം ഇതിനു വേണ്ടി മാത്രം ഇരുന്നു. വേറെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഇത് തന്നെ സ്റ്റാറ്റിസ്റ്റിക് നേടണമെന്ന ചിന്ത അത് പഠിച്ചു തുടങ്ങി. അപ്പൊ എക്സാം ഹാളിൽ ചെന്നു, കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് പോയത്. എക്സാം കഴിഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? എപ്പോഴും പലരും ചോദിക്കുന്ന കാര്യം ഇത് എക്സ്പീരിയൻസ് ആണല്ലോ ഇതൊക്കെ. ആദ്യമായിട്ടാണ് ഒരു PSC പഠിച്ചു പോകുന്നത്. അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു വെറുതെ കൊടുത്ത ഇതിലൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോയി എഴുതുന്നതാ. പിന്നെ അന്നേരം PGന്റെ സമയത്ത് പോണ്ടിച്ചേരി ആയതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. ഡിഗ്രീന്റെ സമയത്താണ് അതിനു മുമ്പ് PSC എഴുതിയിട്ടുള്ളത്. പിന്നെ PG കഴിഞ്ഞുള്ള ആ ഒരു 2-3 എക്സാംസും എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ജസ്റ്റ് കൂളായി പോയി എഴുതി അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു എക്സാം പഠിച്ചെഴുതുന്നത്. അപ്പോ പിന്നെ രാവിലെയാണ് എക്സാം. അപ്പോ രാവിലെ രാവിലെ പോയി അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല, പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ മുന്നേ PYQ ഒക്കെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയി, കുറച്ചുകൂടെ ലെവൽ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ, അങ്ങനെ തോന്നി. അപ്പൊ എനിക്ക് നല്ല പേടിയാവാൻ തുടങ്ങി. പഠിച്ചെഴുതുന്നതിനും മാർക്ക് ഉണ്ടാവില്ലേ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാരും ഇങ്ങനെ കുറച്ച് ടഫായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. പഠിച്ചത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നലായിപ്പോയി. പിന്നെ മാർക്ക് കൂട്ടി നോക്കിയപ്പോ ആദ്യത്തെ ഒരു 10 റാങ്കിനുള്ളിൽ വരും എന്നുള്ള ഒരു തോന്നല് വന്നു. അപ്പം എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം എങ്ങനെയാണ്? വീട്ടിൽ വെച്ചാണ് നോക്കിയത്? വിളിച്ച് പറഞ്ഞായിരുന്നോ? അല്ല, വീട്ടില് വെച്ച്. അതിനു മുന്നേ ഒക്കെ ഞങ്ങളുടെ നവംബറിൽ ലിസ്റ്റ് തീർന്നു. അപ്പോ എപ്പോ വേണേലും ലിസ്റ്റ് വരാന്നുള്ള ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഇടയ്ക്കിടെ നോക്കുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നോക്കിയിട്ടേ ഇല്ല. അന്ന് പിറ്റേന്ന് ന്യൂ ഇയർ ആണ്, December 31 റിസൾട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ ന്യൂ ഇയർ ഇനി ഈ വർഷം ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു തോന്നലിൽ ഇരിക്കുകയായിരുന്നു. ഇനി എന്തായിരിക്കും അടുത്ത വർഷം, ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. ഞാൻ ഇതിവിടെ ഉണ്ട്, ഇതിവിടെ കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്നാലും ബാക്കി വേറെ എക്സാംസിന് ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയം ജസ്റ്റ് ഞാൻ ഫോൺ എടുത്തപ്പോ ഗ്രൂപ്പിൽ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു വേറെ എന്തേലും ആയിരിക്കും. അപ്പൊ PDF തുറന്നു നോക്കിയപ്പോഴാണ് പേര് കണ്ടത്. ഈ 5ാം റാങ്ക് എങ്ങനെയാണ് ഒന്നാമത് അഡ്വൈസിലേക്ക് വന്നത്? ഇപ്പം ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ടൈമിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് അഡ്വൈസ് വന്നേക്കുന്നത് ദേവിക്കാണ്. അതെങ്ങനെ ഒന്നാമത്തെ അഡ്വൈസിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് കണ്ണൂരില് 2 NJD പോസ്റ്റ് ഉണ്ടായിരുന്നു, നോൺ ജോയിനിങ് ഡ്യൂട്ടി NJD ഉണ്ടായിരുന്നു. അപ്പൊ അതില് തന്നെ ആദ്യത്തത് കാസ്റ്റ് വൈസ് എന്റേതായിരുന്നു വന്നത്. അങ്ങനെ രണ്ടാമത്തത് ഫസ്റ്റ് റാങ്കുള്ള. അങ്ങനെ ഫസ്റ്റ് അഡ്വൈസിലൂടെ തിരുവനന്തപുരത്തേക്ക് വന്നു. എങ്ങനെയുണ്ട് ജോലി എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പൊ March 16 ജോയിൻ ചെയ്തത്. കുഴപ്പമില്ല. കൊളീഗ്സ് ഒക്കെ എല്ലാരും നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തതാണല്ലേ? അവരൊക്കെ കുറച്ച് മുതിർന്ന ആൾക്കാരാണ്. അതിൽ ഏറ്റവും ചെറുതാണ്. അവിടെ ഡിപ്പാർട്ട്മെന്റിൽ 150ഓളം പേരുണ്ട്. അതിൽ ഏറ്റവും ചെറുതാണ് ഞാൻ. അപ്പൊ എനിക്ക് സന്തോഷമുള്ള കാര്യം വെച്ചാല് ഇപ്പം ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അടുത്ത വർഷം ജോലിയും കിട്ടി. ഇപ്പൊ ഇത് 26 അപ്പോയിന്റ്മെന്റുമായി. അപ്പം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഓക്കെ, ഇനിയും വീണ്ടും പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അടുത്ത 6 ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പഠന രീതിയൊക്കെ എങ്ങനെയാണ്? ഇപ്പം ലീവ് എടുക്കണം അല്ലേ? അതെ. അതായത് നമ്മളെപ്പോഴും ബെറ്റർ എംപ്ലോയ്മെന്റ് ആണ് നോക്കാൻ. ഇത് പഠിച്ചു ജോലി കിട്ടി, ഇത് നമ്മുടെ ഉണ്ട്. നമ്മൾ എന്ത് നോക്കണം? നമുക്ക് പറ്റുന്ന, നമ്മുടെ ക്വാളിഫിക്കേഷൻ PG ആണ്, നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറ്റുന്ന ദ ബെസ്റ്റ് ജോലി ചൂസ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും പഠിക്കാൻ വേണ്ടി പോവാം അല്ലേ? ഓക്കെ, അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇപ്പം ഒരു കുട്ടി ഇപ്പൊ ഇതേ കണക്ക് തന്നെ ദേവികയുടെ പാതയിൽ കൂടെ തന്നെ എക്കണോമിക്സോ മാത്സോ സ്റ്റാറ്റോ കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഇതേ കണക്ക് തന്നെ ഒരു ഉയർന്ന റാങ്ക് വാങ്ങണം. അപ്പം അങ്ങനെയുള്ള കുട്ടിക്ക് ദേവികയുടെ എന്ത് ഉപദേശം കൊടുക്കാൻ പറ്റുന്നത്? നമ്മള് ഇത്ര മണിക്കൂർ പഠിക്കുന്നതിനേക്കാളും കൺസിസ്റ്റന്റ് ആയിരിക്കണം. പഠിക്കുന്ന സമയം നമ്മൾ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, പിന്നെ അത് റിവൈസ് ചെയ്യുക. അത് തന്നെയാണ്. നമ്മൾ 10 മണിക്കൂർ പഠിച്ച് പിന്നെ അത് മറിച്ച് നോക്കാതെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയം നല്ലോണം പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക,
പിന്നെ അത് റിവൈസ് ചെയ്യുക, അതിലെവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, എവിടെയാണ് തെറ്റുപറ്റിയത്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, ഈ എക്സാം സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിന്റെ പ്രത്യേകത വിചാരിച്ച കണക്കുള്ള ചോദ്യങ്ങളല്ല വന്നത്, ശരിയല്ലേ? അപ്പം എക്സാം ഹാളിൽ വെച്ചൊരു പരീക്ഷ ഉണ്ടായി. പക്ഷെ അത് വീട്ടിൽ വന്ന് മാർക്ക് നോക്കിയപ്പോൾ ഏകദേശം മാർക്ക് ഉണ്ടോ നോക്കിയപ്പം ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആയി. എക്സാം ഹാളിൽ വെച്ച് നിങ്ങളൊന്ന് ഭയപ്പെട്ടില്ലേ, ഒരു ടെൻഷൻ ആയില്ലേ? അതെങ്ങനെ ഓവർകം ചെയ്തു? അത് സാറ് അതിന്റെ തലേന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. ഇതിപ്പം ചിലപ്പോ എക്സാം ടഫ് ആയിരിക്കും, അപ്പോൾ ആലോചിക്കുക നിങ്ങളുടെ കൂടെ എല്ലാവർക്കും ആ എക്സാം ടഫ് ആയിരിക്കും, ഈസി ആണെങ്കിൽ കൂടെയുള്ള ബാക്കി കോമ്പറ്റേറ്റേഴ്സിനും അതേപോലെ ഈസി ആയിരിക്കും എക്സാം. അപ്പോൾ അതുപോലെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. അപ്പൊ ഞാനും ഇങ്ങനെ, എനിക്ക് നല്ല പേടി ഉണ്ടെങ്കിലും അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ടഫായിരിക്കും, എനിക്ക് മാത്രമല്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ബാക്കിയുള്ളവർക്കും ടഫായിരിക്കും എന്നുള്ള ഒരു തോന്നലാണ് അപ്പൊ എക്സാം എഴുതിയത്. പക്ഷെ എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാൻ വേറെ ആരോടും സംസാരിച്ചിട്ടുണ്ടായില്ല ആ സമയം. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് കുഴപ്പമില്ല ഉണ്ടാവുമെന്ന് തോന്നി. ഇപ്പൊ 5-6 റാങ്ക് കിട്ടി, ജോലിയിൽ പ്രവേശിച്ചു. അതിൽ മാസ്റ്റർ കീ അക്കാഡമിയുടെ പങ്കെന്താ? എനിക്ക് ബേസ് എന്ന് പറയാൻ എക്കണോമിക്സിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അവിടുന്ന് മാസ്റ്റർ കീയിലുള്ള ക്ലാസ്സുകളും നോട്ട്സും പഠിച്ചിട്ട് തന്നെയാണ് അതില് മാർക്ക് കിട്ടാൻ കാരണം. എക്കണോമിക്സ് അങ്ങനെ നോക്കിയില്ല, ബാക്കിയെല്ലാം മാസ്റ്റർ കീ തന്നെയാ നോക്കിയത്. ഒരു നല്ല ഡെഡിക്കേഷനോട് കൂടി മാസ്റ്റർ കീ അക്കാഡമിയിൽ വന്നാൽ ജോലി കിട്ടും, ഉറപ്പാണല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു അത് തന്നെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സുണ്ട് എങ്കിലേ ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആദ്യം സഞ്ചരിക്കുകയാണെങ്കിൽ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും. നിങ്ങൾ വിജയിക്കണം വരെ, ഇന്ന് ആ ഇന്റർവ്യൂ സമയം വരെ ഞങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് വലിയ ഒരു കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു, ജോലി കിട്ടി, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നോ ഞാൻ ഇന്റർവ്യൂ ചെയ്യുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഇതിനേക്കാൾ ഉയർന്ന ഒരു വലിയ ജോലി കിട്ടിയിട്ട് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ആശംസിക്കുന്നത്. താങ്ക് യു.